നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ റെഗുലർ സീസൺ അവസാനിക്കുമ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിന് കാത്തു നിൽക്കാതെ കാർലോ ആഞ്ചലോട്ടി ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചായേക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ബ്രസീലിയൻ ഇതിഹാസം കഫു 3 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കളിച്ച ഒരേ ഒരു താരം, ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം 2 വേൾഡ് കപ്പുകൾ നേടിയിട്ടുള്ളയാൾ, ബ്രസീലിനെ വേൾഡ് കപ്പിലേക്ക് കൊണ്ടുപോയ നായകൻ, ആ കഫു പറയുന്നു, ആഞ്ചലോട്ടി എനിക്കറിയാം, മിലാനിൽ അദ്ദേഹത്തോടൊപ്പം 5 വർഷക്കാലം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആഞ്ചലോട്ടി എങ്ങനെയുള്ള കോച്ചാണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തെ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് നിയമിക്കുകയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ ലീഡേഴ്സാണ്, CBFൻ്റെ തലപ്പത്തിരിക്കുന്നവരാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ആഞ്ചലോട്ടിയെപ്പോലുള്ളൊരു കോച്ച് വന്നാൽ അത് ബ്രസീലിന് വലിയ ഗുണകരമായിരിക്കും. മാർക്ക കഫുവിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് ആഞ്ചലോട്ടിയോടൊപ്പം വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് മിലാനിൽ വെച്ച് 5 വർഷക്കാലം. സോ എനിക്ക് നന്നായിട്ടറിയാം എന്താണ് ആഞ്ചലോട്ടിക്ക് കഴിയുക എന്നുള്ളത്. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് അദ്ദേഹം വന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഓഫ് കോഴ്സ് ഏത് മികച്ച കോച്ച് വന്നാലും ആഞ്ചലോട്ടിയെ പോലുള്ള ഒരാൾ വന്നാൽ അത് ടീമിന് ഗുണകരമായിരിക്കും. തീർച്ചയായിട്ടും ആഞ്ചലോട്ടിയെ കോച്ചായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. CBF ആണ് പക്ഷേ അത് തീരുമാനിക്കേണ്ടത്. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് ആരെ അവർ വെക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ അനുകൂലമായിട്ട്, ആഞ്ചലോട്ടിയുടെ കാര്യത്തിൽ അനുകൂലമായിട്ട് കാര്യങ്ങൾ നീങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ കാഫു പറയുന്നത്. അതേസമയം റയൽ മാഡ്രിഡിൻ്റെ കാര്യം, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് അവർ എലിമിനേറ്റഡ് ആണ്. അതുകൊണ്ട് മാത്രം നിങ്ങൾ റയൽ മാഡ്രിഡിനെ എഴുതി തള്ളേണ്ടതില്ല എന്നുകൂടി ബ്രസീലിയൻ ഇതിഹാസം പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി ശരി, പക്ഷേ അതുകൊണ്ട് റയൽ മാഡ്രിഡ് ആവുന്നില്ല. ഞാൻ വളരെ പോസിറ്റീവ്ലിയാണ് റയൽ മാഡ്രിഡിൻ്റെ ഭാവി കാണുന്നത്. എല്ലാവരും ഭയക്കുന്ന ടീമാണ് റയൽ മാഡ്രിഡ്. ഇത്രയും കാലം നമ്മൾ കണ്ടതല്ലേ അവരെ. ഇത് റയൽ മാഡ്രിഡാണ്. അടുത്ത വർഷം ഉറപ്പാണ് അവർ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരും എന്നുകൂടി കാഫു പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.